2 കംപ്ലൈന്റും ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് എനിക്ക് വിളി വന്നിട്ടുണ്ട്. അന്നേരം ഇവർ നമ്മളെ നിരന്തരം വിളിക്കും. നമ്മൾ അങ്ങോട്ട് കിടന്ന് വിളിക്കാൻ നിന്ന് ഇവർ എടുക്കൂലല്ലോ. അന്നേരം പിന്നെ നമ്മുടെ കാലുടിക്കാൻ നടക്കും ഇന്ന് റിസോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പം നിങ്ങൾ ഈ ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മനസ്സിലായോ? ഇത് അത്ര എഫക്റ്റീവ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇങ്ങോട്ട് അവർ വിളിക്കുമ്പോൾ 4 വർത്താനം പറയും നമ്മുടെ ദേഷ്യമെങ്കിലും തീർക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് ഈ പരിപാടി ചെയ്തു. സോ ഒരുപാട് പേർക്ക് ഇതാണ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പണി. ഇതിൻ്റെയാണ് ഈ കരച്ചിൽ മൊത്തം. അത് എഴുതി ഒപ്പിട്ട് ഞാൻ തരാം. ഇതാണ് സത്യത്തിൽ നടന്നത്. ഈ ഒരു വീഡിയോ പുറത്തു വന്നതിൻ്റെ ഈ അവസാനത്തെ ഈ ആപ്പ് അത് നല്ല ആപ്പ് തന്നെ ആവും. അത് അവർക്ക് നല്ല രീതിയിൽ അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇത് ഇവൻ കറക്റ്റ് കൊണ്ടുവന്നുകൊണ്ടുള്ള ഗുണം എന്താ? ഇപ്പോൾ കസ്റ്റമേഴ്സ് ഒരുപാട് ആൾക്കാർ കിടന്ന് വിളിക്കുന്നു, ഇത് റിപ്ലൈയും കാര്യങ്ങളൊന്നും തരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ അവർ താനെ റിപ്ലൈ എന്നുള്ളത്, റിപ്ലൈ തരാത്തവർ എന്തായാലും ദേഷ്യം വരുമ്പോൾ എന്തെടുക്കും? ഇപ്പോൾ ഈ ഒരു ആപ്പിലോട്ട് പോവുക, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഉറപ്പാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കംപ്ലയിൻറ്റ് ഇവർക്കെതിരെ വരുവാണെങ്കിൽ ഇവർ പെട്ടുപോകും. ആണോ അല്ലേ? ഇവർ പെട്ടുപോകുന്ന പറഞ്ഞാൽ ബിസിനസ്സിന് ഭയങ്കര ഒരു ഇതാവും. അനന്തു അത് കറക്റ്റായിട്ട് അത് പ്രസൻറ്റ് ചെയ്തത്. അതിന് സത്യം പറഞ്ഞാൽ കൈയടിയല്ലേ കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ നിൽക്കുന്ന ഇത് എത്ര പേര് ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല. ഒരാളെങ്കിൽ ഒരാൾ, അല്ലെങ്കിൽ 2 പേരെങ്കിൽ 2 പേര്, എന്തോ ആയിക്കോട്ടെ, കാണുന്നവർ ഒന്ന് ചിന്തിക്കുക. ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അവൻ ഒരു നല്ലൊരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് ഈ OC ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ മറ്റവനെ ഇഷ്ടമായിരിക്കാം, അതൊന്നുമില്ല ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ ഇഷ്ടമൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചോ. കുറേ പാവങ്ങളുണ്ട്, അവർക്ക് വേണ്ടി അവൻ സംസാരിച്ചത്, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി എല്ലാ എണ്ണം കുറ്റം. ഞാൻ നോക്കുമ്പോൾ എല്ലാ എണ്ണം തെറി പറയുവാണ്. വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറയുന്നത്. എടാ നീയൊക്കെ ചിന്തിച്ച് നോക്കണമെടാ. ആരാധനയൊക്കെ വേണം. ഇത് തമിഴ്നാടല്ല. അണ്ണം വരുന്ന്, അല്ലെങ്കിൽ അക്ക വരുത്, മാമി വരുത്, ഇതൊക്കെ പറഞ്ഞിട്ട് പറയാനാ. അപ്പം അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മണ്ടന്മാരെ മണ്ടികളെ ഞാൻ സ്നേഹം കൊണ്ട് പറയുക. ഇതിൻ്റെയൊക്കെ കട്ട തലയ്ക്ക് പിടിച്ചു കിടക്കുന്നവരോട് അതിനെടുത്ത് പറയാം, മണ്ടന്മാരെ മണ്ടികളെ. ആലോചിക്ക്, പറഞ്ഞ മണിക്കുക, ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ നോക്കുക. ഇതിന് ഞാൻ അവന് കയ്യടിയെ കൊടുക്കൂ, എൻ്റെ ഒരു അഭിപ്രായം. അതിൻ്റെ മുമ്പിൽ ഒരു കണ്ണീരും. കാരണം ഇതിൻ്റെ അപ്പുറം വലിയ വിഷയങ്ങൾ നടന്നിട്ട് പെടാത്ത സംഭവമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടപ്പെടാവുന്നവർക്ക് ഇഷ്ടപ്പെടാം, അല്ലാത്തവർക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം. എന്തായാലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ലവ് യു ഓൾ.